മലയപ്പുലയനാം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിൽ ഓരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഏറ്റവും പ്രശസ്തമായ വാഴക്കുല എന്ന കവിതാ സമാഹാരം ആരംഭിക്കുന്നത് ഈ വരികളോടെയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ദുരന്തത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഈ കവിത. പണിയെടുക്കാൻ, അധ്വാനിക്കാൻ കീഴാളന്മാർ, അതിൻ്റെ വിളവെടുക്കാൻ മേലാളന്മാർ. അങ്ങനെയൊരു സാമൂഹിക അവസ്ഥ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ ആണ് ആ സാമൂഹിക വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചത്. 2025 അത്തരം മനോനിലയുള്ളവർ നമുക്ക് ചുറ്റും ഇപ്പോഴും ധാരാളമുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി എന്ന MP, കേന്ദ്രമന്ത്രി, ദളിത് വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഉന്നത കുലജാതർ ആയിട്ടുള്ളവർ മന്ത്രിമാർ ആയി വരണം എന്ന പരാമർശം നടത്തിയത്. തൻ്റെ പരാമർശത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിൽ നിന്നും വന്ന വാക്കുകളാണ് തൻ്റേത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഒരു പക്ഷേ സുരേഷ് ഗോപി സതുദ്ദേശത്തോടു കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ അപ്പോഴും കേന്ദ്രമന്ത്രി ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്. ഉന്നത കുലത്തിൽ ജനിക്കുക, ജീവിക്കുക എന്നത് ഒരാളുടെയും യോഗ്യതയല്ല. താഴ്ന്ന കുലം, ഉന്നത കുലം എന്ന് തീരുമാനിക്കാൻ പൊതുസമൂഹം ആരെയും ഏർപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ പദപ്രയോഗം തെറ്റാണ് എന്ന് മന്ത്രി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർ തിരിച്ചറിയണം.